അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ എന്താ പറയുക, മുള്ളങ്കിയും നമ്മുടെ ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു അച്ചാറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ എന്താ പറയുക, നമ്മുടെ മുള്ളങ്കിയും ക്യാരറ്റും ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി സെറ്റ്. നമ്മുടെ ഇവിടെ പറയുന്നത് ഇതിന്റെ മൂളി എന്നാണ് പറയുന്നത് കേട്ടോ. ഈ റാഡിഷ് തന്നെ, അതാണ് സംഭവം. അതിനിവിടെ നമ്മൾ ലോക്കൽ ഇതിൽ പറയുന്നത് മൂളി എന്നാണ്. അപ്പോൾ അത് നമ്മളിവിടെ നമ്മുടെ ചീനച്ചട്ടിക്കകത്താണ് നമ്മളിത് റെഡിയാക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി അത് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഓൾറെഡി തന്നെ. അപ്പോൾ അത് ചൂടായാലുടനെ നമുക്ക് കടുകിട്ട് പൊട്ടിക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. നമ്മള് വെളുത്ത കടുക് തന്നെയായിരുന്നു എടുത്തേക്കുന്നത്. അതെ. അപ്പൊ അതേ നമ്മുടെ കടുകെല്ലാം പൊട്ടി റെഡിയായി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇവന്മാർ രണ്ടും കൂടെ ഒന്ന് കിടന്ന് പൊട്ടി ഇനിയിപ്പോ പെട്ടെന്ന് റെഡി ആയിക്കോളും. കടുക് പൊട്ടുക എന്നുള്ളതാണ് എന്റെ ഒരു ചടങ്ങിന്റെ തുടക്കം. ഇതിനകത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്, ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കൊടുക്കാം. ഇത് നമ്മുടെ വെളുത്തുള്ളി നമ്മൾ എന്താ പറയുന്നത്, ഒരു തോളം അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അത് മുറിച്ചിട്ടൊന്നുമില്ല, നമ്മൾ അതുപോലെ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അതേ ലവന്മാരൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് അച്ചാറാകുമ്പോൾ കുറച്ച് എരിവൊക്കെ വരണം. നമ്മളിത് പച്ചമുളക് നല്ല എരിയുള്ള സാധനമാണ്. രണ്ടെണ്ണം ചെറിയ ചെറിയ പീസുകളൊക്കെ എടുത്തിട്ടില്ല. ഇത് സത്യം പറയാൻ ഭംഗിക്ക് വേണ്ടിയില്ല. അത് നമ്മൾ എരിവിന് നമ്മൾ മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വറ്റൽ മുളക് കൂടെ ചേർത്ത് ഈ വറ്റൽ മുളക് ഇടുന്ന സമയത്ത് അതിനെ 2-3 പീസായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് മൂക്കുന്ന സമയത്തിന് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കാൻ ആവശ്യമായിട്ട് കുറച്ച് പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുണ്ടല്ലോ നല്ല കളറും വേണം, ചെറിയ എരിവും. അതിന് വേണ്ടി കാശ്മീരി പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു എരിവിന് വേണ്ടി നമ്മൾ കുറച്ച് നമ്മുടെ സാധാ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പോൾ അത് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് പുളിക്ക് ആവശ്യമായിട്ട് ചേർക്കുന്നത് നമ്മുടെ വാളംപുളിയുടെ നീരാണ്. അപ്പോൾ അത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ പൊടിക്കകത്തൊന്ന് കലക്കിയതിന് ശേഷം നമുക്ക് ഈ എണ്ണയിൽ ഒഴിക്കാം. അല്ലേ നല്ലതായിട്ട് ചുമക്കേണ്ടി വരും. ഇത് കരിയും ഭയങ്കരമായിട്ട് അങ്ങ് പുക വരും. അപ്പോൾ അതായത് നമ്മുടെ വെളുത്തുള്ളി കാര്യങ്ങളെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മുളക് പൊടി മുളകും മഞ്ഞളും പൊടിയാണ്. നമ്മൾ കാശ്മീരി മുളകും നമ്മുടെ ഇച്ചിരി എരിയുള്ള മുളകും കൂടെ എടുത്ത്, അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടെ, വാളംപുളി പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്, വെള്ളം ചേർത്ത്. അപ്പോൾ പിന്നെ പുളി കുറവാണെന്ന്, അച്ചാറിന് പുളി കുറവാണെന്ന് തോന്നിയാൽ മാത്രം പിന്നെ നമുക്ക് ചേർക്കാം, അല്ലെങ്കിൽ ഈ പുളിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതുണ്ടല്ലോ ഇതിൻ്റെ ഒരു പച്ചമണം എന്ന് പറഞ്ഞാൽ ഈ മുളക് പൊടിയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ചുമക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം ഇതിൽ ആ പൊടിക്കകത്ത് ചേർത്തിട്ട് ഇട്ടത്. അല്ലെങ്കിൽ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് കരിഞ്ഞിട്ട് അപ്പോൾ അതായത് നമ്മുടെ പൊടിയൊക്കെ ഉണ്ടല്ലോ എന്താ പറയുക, അതിൻ്റെ പച്ചമണം എല്ലാം മാറി. അപ്പോൾ നമ്മളുണ്ടല്ലോ ഒരു സ്വല്പം ചൂടുവെള്ളം ചേർത്തല്ലോ, 2 ടേബിൾ സ്പൂണോളം ചൂടുവെള്ളം. എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഗ്രേവിയൊക്കെ വേണമല്ലോ. ഒരുപാട് എണ്ണ നമ്മൾ ചേർക്കാത്തതുകൊണ്ടാണ് ഇച്ചിരി ചൂടുവെള്ളം ചേർത്തത്. ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പ് ചേർക്കണം. അപ്പോൾ നമുക്കിനി നമ്മുടെ സ്റ്റൗ അങ്ങ് നിർത്തിയിട്ട് നമ്മുടെ ഈ നമ്മുടെ എന്താ പറയുന്നത് ക്യാരറ്റും നമ്മുടെ മുള്ളങ്കി തന്നെ പറയുന്നത്, നമ്മുടെ മൂളി അത് നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇവനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റപ്പ് ആക്കി എടുക്കണം. കൂടുതൽ ദിവസം ഇരിക്കാനാണെങ്കിൽ എണ്ണ കൂടുതൽ ഒഴിച്ചാൽ മതി.
അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ആവശ്യത്തിനുള്ള കായപ്പൊടി കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതുണ്ടല്ലോ ഇന്ന് എടുക്കുന്നേക്കാളും നല്ലത് 1-2 ദിവസം കഴിഞ്ഞെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ഉപ്പും എരിയും പുളിയും എല്ലാം പിടിച്ച് സെറ്റ് ആയിട്ടിരിക്കും. മസാല സംഭവം നല്ല സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഇട്ടിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. കൂടുതൽ ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ എണ്ണ മാത്രം ചേർത്താൽ മതി, വെള്ളം ചേർക്കുകയും ചെയ്യരുത്. പിന്നെ നമ്മളിപ്പോൾ വാളംപുളിയാണ് നമ്മളിതിന്റെ എന്താ പറയുന്നത് അല്ലെങ്കിൽ വിനാഗിരി ചേർക്കാം. നമ്മളിപ്പോ വിനാഗിരി ചേർക്കുന്നില്ല, നമ്മള് വാളംപുളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമുക്ക് വിനാഗിരി അപ്പൊ ഇതാണല്ലോ ഇത് ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി ഇച്ചിരി ഗ്രേവിയൊക്കെ റെഡിയായി വരും ഈ സംഭവം. നമ്മളിപ്പോ ഇതിന്റെ ഈ അലുമിനിയം പാത്രത്തിൽ ചെയ്തെങ്കിലും നമ്മളിത് പെട്ടെന്ന് തന്നെ അങ്ങ് മാറ്റും. കാരണം നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മളിതിൻ്റെ അകത്ത് വെച്ചത് കേട്ടോ. അപ്പൊ എന്തായാലും കൊള്ളാം. ക്യാരറ്റും നമ്മുടെ മുള്ളങ്കിയും കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ റാഡിഷ് അല്ലേ, ആ സാധനം കൂടെ കിട്ടുമ്പോഴത്തേക്ക് ഇതുപോലെ ചെയ്ത് നോക്കും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ വിനാഗിരി ഉപയോഗിക്കാതെ വാളപ്പുളി ഉപയോഗിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ആയിട്ട് ഒന്ന് എഴുതുക. പിന്നെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഓൺ ചെയ്താൽ അടുത്ത വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേഗം തന്നെ കിട്ടുന്നതായിരിക്കും. അതെ, അപ്പം അത്രയൊക്കെ ഉള്ളു. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇത്രയൊക്കെ ഉള്ള സംഭവം. അപ്പം അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമ്മൾ നാളെ തന്നെ കാണുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.